പല സ്ഥലത്തുനിന്നും ഇഷ്ടത്തെക്കാൾ കൂടുതൽ ഇഷ്ടക്കേടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ജെന്യൂൻ വ്യക്തിയായിരുന്നു, പച്ചയായിട്ടുള്ള മനുഷ്യനാണ്, അവൻ റിയാക്ട് ചെയ്യും. ഇന്നലെ വരെ എല്ലാവരും ചിരിപ്പിച്ച് ഇന്നെല്ലാവരും കരയിപ്പിച്ച് പോവുകയാണ്. രാഷ്ട്രീയ ശത്രുക്കളിൽ നിന്നും പഴികേട്ട ആൾ. ഇത്രമാത്രം ദുഷ്ട മനസ്സുള്ള പ്രതിപക്ഷമാണ് നമുക്കുള്ളതാണ്. റെഡ് ബോയ്സ് UAE എന്നും പറഞ്ഞിട്ടാണ്. ഇയാൾ മരിച്ചാൽ നന്നായി, ഇയാളെ ശല്യം ഒഴിവാക്കി കിട്ടി, ആ രീതിയിൽ ചിന്തിക്കുന്ന ഞങ്ങളുടെ ഒരു നല്ലൊരു ഫ്രണ്ട് പോയി. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളെ വിളിച്ച് ഉപദേശിക്കാൻ, ചീത്ത പറയാനും അവകാശം ഉണ്ടായിരുന്നൊരു സുഹൃത്ത്. അഭിനയത്തിൽ ദേശീയ പുരസ്കാരമടക്കം നേടുമ്പോഴും സലീം കുമാർ എന്നും ഒരു സാധാരണക്കാരനായാണ് നിന്നിട്ടുള്ളത്. മലയാള സിനിമയിൽ അദ്ദേഹം ഒരുപാട് സുഹൃത്തുക്കളെ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ അത് തുറന്നു പറയുന്ന ഒരു ശീലം, അതൊക്കെ അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുകയായിരുന്നു. നമ്മൾ ഹാസ്യ കഥാപാത്രങ്ങളായിട്ടാണ് സലീം കുമാറിനെ നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവ നടനായി വലിയ അതുല്യ പ്രതിഭയായിട്ടുള്ള പ്രകടനങ്ങൾ പിന്നീട് അഭ്രപാളികളിൽ കാണുകയും ചെയ്തു. അത്തരത്തിൽ അതുല്യനായ ഒരു കലാകാരൻ സലീം കുമാർ അദ്ദേഹം ഇന്ന് ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരൊക്കെ ഓർത്തെടുക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണി മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പറവൂരിലെ ടൗൺ ഹാളിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെച്ചത്. അവിടേക്ക് നിരവധി ആളുകൾ, സിനിമാ മേഖലയിലുള്ള ആളുകൾ, മന്ത്രിമാരടക്കമുള്ള ആളുകൾ, അങ്ങനെ നിരവധിയായ വിശിഷ്ടമായിട്ടുള്ള വ്യക്തികൾ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ ഈ സലീം കുമാറിനെ പറ്റിയുള്ള, അദ്ദേഹത്തെ പറ്റിയുള്ള അനുഭവങ്ങൾ, അദ്ദേഹത്തിനോട് ഒരുമിച്ച് പങ്കിട്ട് ചെലവഴിച്ച ആ നിമിഷങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. സലീം കുമാറിനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? സലീം ഒരു 1992-93 ആ കാലഘട്ടങ്ങളിൽ യൂണിവേഴ്സിറ്റി യുവനോത്സവം നടക്കുന്ന സമയത്ത് പുള്ളിയുടെ പെർഫോമൻസ് ഞാൻ കണ്ടു കഴിഞ്ഞ് മിമിക്രിയിൽ 1ാം സമ്മാനം ലഭിച്ചു. സിനിമയിലുള്ള താരങ്ങളെയല്ല പുള്ളി അനുകരിച്ചത്, രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു. അന്ന് അത് വളരെ പുതുമയായിരുന്നു. അങ്ങനെ പുള്ളിയുടെ നമ്പർ വാങ്ങി ആ ബലച്ചൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. അങ്ങനെ അദ്ദേഹം കലാഭവനിലെത്തി. അദ്ദേഹം എവിടെ ചെന്നാലും അത് ഓർക്കാറുണ്ട്, അതിനെക്കുറിച്ച് പറയാറുണ്ട്. പിന്നീടും നമുക്ക് കലാഭവൻ്റെ തന്നെ ഈ അടുത്ത് ഫാദർ ആബേൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടത്തുന്ന സമയത്ത് ആദ്യം സിദ്ദിഖിനും പിന്നെ ലാലിന് കൊടുത്തത്, 3ാമത് കൊടുത്തത് സലീം കുമാറിനായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അദ്ദേഹം ചെയ്യുന്ന പരിപാടികളിലൊക്കെ എന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പ്രിവ്യൂ ആണെങ്കിലും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം നടത്തി, സൈനൻ കിടാമംഗലത്തിന് സ്വീകരണം കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴും എന്നെ വിളിച്ച് സംസാരിച്ച് പ്രസാദരം കൂടെ വരണം എന്ന് പറയാറുണ്ട്. അങ്ങനെ വളരെയധികം ബഹുമാനം എവിടെ ചെന്നാലും നമുക്ക് ലഭിക്കാറുള്ള നല്ലൊരു നടനും, നല്ലൊരു സംവിധായകൻ, നല്ലൊരു സാഹിത്യകാരൻ, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലുമൊക്കെ എല്ലാ ഒരു പുള്ളി പറയുന്ന ജനറലി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമാ നടൻ മാത്രമായിട്ടല്ല, എന്തിനെക്കുറിച്ചും പുള്ളി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു ഓർമ്മകളാണ് പുള്ളിയെക്കുറിച്ചൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പലവരെയും കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് അപ്രോച്ച് ഒരു വ്യക്തികളിൽ നിന്ന് ഞാൻ കേട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അയാളെക്കുറിച്ച് ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും കിട്ടില്ല എന്നുള്ളതാണ്. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ വിജയം. വ്യക്തിപരമായിട്ട് ഹാസ്യങ്ങളൊക്കെ നന്നായിട്ട് പറയുന്ന ആളാണ്. ഹാസ്യമല്ലല്ലോ, ഹാസ്യം താരം മാത്രമല്ലല്ലോ പുള്ളി. ഇപ്പം സലീം അഹമ്മദിൻ്റെ ആദാമിൻ്റെ മകനിലൂടെ പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടി. അച്ഛനുറങ്ങാത്ത വീട്, അത് അങ്ങനെയുള്ള പുള്ളി ഭയങ്കര ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. പല ഹാസ്യതാരങ്ങളും അങ്ങനെയാണല്ലോ. ശ്രീ അശോകനും പല ആളുകളും മാറി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു തുടക്കം പുള്ളിയെ തന്നെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നല്ല ഓർമ്മകൾ മാത്രമല്ല, ഒരുപാട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുറേ ചിന്തകളുള്ള മനുഷ്യനും നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനൊക്കെ ആയിരുന്നു. കുറേ നാളുകൂടി നിന്നിരുന്നെങ്കിൽ ഒരുപാട് നമുക്ക് മലയാള സിനിമക്ക് നല്ലൊരു നല്ലൊരു നടനെയും നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനെയും നല്ലൊരു കൃഷിക്കാരൻ കൂടെയാണ് പുള്ളി. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്ന ആൾ. ഏത് മേഖലയിൽ ചെന്നാലും പുള്ളി അതിൻ്റേതായ ഒരു വ്യക്തിത്വം കാണിക്കും. എല്ലാ മേഖലയിലും പുള്ളി തിളങ്ങി എന്നൊരു വ്യക്തിയാണ്. സലീം കുമാർ അസുഖബാധിതനായിട്ട് കുറച്ച് നാളായി.
ഒരു എനിക്ക് തോന്നുന്നു ഒരു 11 വർഷത്തോളമായി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട്. അപ്പോൾ അതിനുശേഷം കിഡ്നി പ്രോബ്ലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പ്രാവശ്യവും അവനിങ്ങനെ രക്ഷപ്പെട്ട് വലിയ പ്രോബ്ലം ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു എന്താ പറയുക, മെൻ്റലി വളരെ വിൽ പവറുള്ള കക്ഷിയായിരുന്നു. അങ്ങനെ എല്ലാം വളരെ കൂളായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവൻ പതറിപ്പോകുന്ന സ്ഥലത്ത് ധൈര്യമായിട്ട് നിൽക്കുന്ന, ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അവരുടെ പൊതുവായിട്ടുള്ള ഈ നാട്ടുകാർ കേട്ടിട്ടുള്ള വാക്കുകളിലൂടെയുള്ള ധൈര്യം ഉണ്ടല്ലോ, സലീംകുമാർ പറയുന്ന വാക്കുകളുടെ ശക്തി, അത് ഉള്ളിലുണ്ടായിരുന്നു. അത് തന്നെയാണ് സലീംകുമാറിനെ ഇത്രയും നാളെ പിടിച്ചു നിർത്തിയത്. പക്ഷേ ഇത്തവണയും അതുപോലെ രക്ഷപ്പെട്ട് പോരുമെന്ന് വിചാരിച്ചു. ഒരുമിച്ച് വേദി പങ്കിടുന്നതും സിനിമയിൽ പ്രവർത്തിക്കുന്നതും ഒക്കെ അദ്ദേഹം നൽകുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ഓർത്തെടുക്കും. സിനിമയിൽ വരുന്നതിനൊക്കെ മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാസറ്റുകൾ ചെയ്തിട്ടുള്ളതല്ലേ. ആ കാസറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പല ലോഡ്ജുകളിലും ഒരുമിച്ച് ഇരുന്ന് കാസറ്റുകൾ എഴുതുകയും അത് റെക്കോർഡ് ചെയ്യും. അങ്ങനെ ആ കാസറ്റുകൾ ഹിറ്റാവുകയൊക്കെ ചെയ്ത് അതിൻ്റെ പിന്നിൽ സലീമുണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയപരമായിട്ട് ആ കാസറ്റുകളിൽ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും സലീമിൻ്റെ കോൺട്രിബ്യൂഷനായിരുന്നു. സലീമിനായിരുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങളെക്കാൾ രാഷ്ട്രീയം അറിയാവുന്ന ആൾ. അപ്പോൾ അത് ഞങ്ങൾ അതിനുശേഷം പിന്നെ അവൻ സിനിമയിലെത്തിയിട്ടും ഒരു സിനിമാ നടൻ്റെ ഒരു ഭാവമോ അല്ലെങ്കിൽ പെരുമാറ്റമൊന്നും അല്ലായിരുന്നു. അപ്പോഴും പഴയ സലീംകുമാർ തന്നെയായിരുന്നു. സലീംകുമാർ മാറില്ലായിരുന്നു. അങ്ങനെ മാറാതിരിക്കുന്ന സലീംകുമാറിന് പലപ്പോഴും പല സ്ഥലത്തുനിന്നും എന്താ പറയുക, ഈ ഇഷ്ടത്തെക്കാൾ കൂടുതൽ ഇഷ്ടക്കേടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവനറിയാം. വേണമെങ്കിൽ പോളിഷ്ഡായിട്ട് നിൽക്കായിരുന്നു, ഒന്നും പറയാതെ, ഒന്നും റിയാക്ട് ചെയ്യാണ്ട് നിൽക്കായിരുന്നു പറ്റുന്ന സലീം ഒരു ജെന്യൂൻ വ്യക്തിയായിരുന്നു. പച്ചയായിട്ടുള്ള മനുഷ്യനാണ്. അവൻ റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെട്ടു, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു നല്ലൊരു ഫ്രണ്ട് പോയി. എന്തും പറയാനുള്ള ഫ്രീഡം ഉള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളെ വിളിച്ച് ഉപദേശിക്കാൻ, ചീത്ത പറയാനും അവകാശം ഉണ്ടായിരുന്നൊരു സുഹൃത്ത്. അദ്ദേഹത്തിനൊപ്പം ഒരുപാട് സിനിമയിൽ അഭിനയിച്ച് വർക്ക് ചെയ്ത ആളാണ്. ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരുമഴക്കാലം, പിന്നെ അറബിക്കഥ, ആ പടങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ദിവസങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഒരു നല്ല മനുഷ്യനാണ്. ഉള്ളിൽ വളരെ എല്ലാ സ്നേഹം, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു കക്ഷിയായിരുന്നു. പിന്നെ അതിനേക്കാൾ കൂടുതൽ അസാധ്യ നടനായിരുന്നു. ഹ്യൂമർ, കോമഡി മാത്രമല്ലാതെ സീരിയസ് റോളുകളൊക്കെ ഒരുപാട് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ പെരുമഴക്കാലത്തിലൊക്കെ ആ ക്യാരക്ടർ ഹ്യൂമർ ടച്ച് ഉണ്ടെങ്കിൽ പോലും വളരെ സീരിയസ് ആയ ഒരു ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെ വരെ എല്ലാവരും ചിരിപ്പിച്ച്, ഇന്നെല്ലാവരും കരയിപ്പിച്ച് പോവുകയാണ്. പക്ഷെ പുള്ളിയുടെ പടങ്ങളിൽ വീണ്ടും കാണുമ്പോൾ വീണ്ടും എല്ലാവരും ചിരിക്കും. അത് എല്ലാ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും, ഒരിക്കലും പോവുകയില്ല. എന്തായാലും പെട്ടെന്നുള്ളൊരു വിയോഗം ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവരും ഷോക്കായിപ്പോയി. എന്ത് ചെയ്യാനാ, ദൈവം വിളിക്കുമ്പോൾ പോവുക. അല്ല, ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല എന്നുള്ളൂ. ചേട്ടൻ അതിൻ്റെ നല്ല പരിചയം. പക്ഷെ മോൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ചന്ദ്രൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വിഷമമുള്ള കാര്യമാണ്. അത്രയും ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ചേട്ടനായിട്ട് ഒത്തിരി നല്ല ബന്ധമാണ്. ചേട്ടനായിട്ട് ബന്ധമുണ്ട്. സങ്കടമുണ്ട്. സലീംകുമാറിൻ്റെ വേർപാട് വലിയ ദുഃഖകരമാണ്. ജീവിതത്തെ മൊത്തം ഒരു തമാശയായി കാണുന്ന, ഒരു എപ്പിസോഡായി കാണുന്ന ഒരു വലിയ കലാകാരൻ. അത്ര ഉറച്ച രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ചുരുക്കം ചില കലാകാരന്മാരിൽ ഒരാൾ. നമുക്കറിയാലോ, എല്ലാ കാലത്തും ഭരണപക്ഷം, കഴിഞ്ഞ 10 വർഷമായിട്ടും ഭരണപക്ഷം ഇടതുപക്ഷമാകുമ്പോഴും ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ്, ആ ഒരു സ്ഥൈര്യം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സവിശേഷതകളാണ്. അഭിനയത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങളെ ഗംഭീരമായി അഭിനയിച്ചു. അത് ഹാസ്യമാണെങ്കിലും ഗൗരവമുള്ള വിഷയങ്ങളാണെങ്കിലും നമ്മളെ കണ്ണു നനയിക്കുന്ന ട്രാജിക് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ ലളിത സുന്ദരമായി അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട പടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അൻവർ റഷീദിൻ്റെ ഷോർട്ട് ഫിലിമാണ്. വൃദ്ധയായ അമ്മയെ തെരുവിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു മകൻ, പിന്നെ അച്ഛനുറങ്ങാത്ത വീട്, കുറേ പടങ്ങൾ. മലയാളിയുടെ
മാനറിസങ്ങൾ നന്നായി പകർത്തിയ ആൾ. ഒരുപാട് രാഷ്ട്രീയ ശത്രുക്കളിൽ നിന്നും പഴികേട്ട ആൾ. ഇപ്പോൾ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് കമൻറ്റുകൾ ഞാൻ വരുന്ന വഴിക്ക് വായിച്ചു. ഇത്രമാത്രം ദുഷ്ട മനസ്സുള്ള പ്രതിപക്ഷമാണ് നമുക്കുള്ളതാണ്. റെഡ് ബോയ്സ് UAE എന്നും പറഞ്ഞിട്ടാണ്. റെഡ് ബോയ്സ്, ഇയാൾ മരിച്ചത് നന്നായി, ഇയാളെ ശല്യം ഒഴിവാക്കി കിട്ടി, ആ രീതിയിൽ ചിന്തിക്കുന്ന വൃത്തികെട്ട മനസ്സുള്ള ഒരു സംഘം ഇപ്പോഴും കേരളത്തിലുണ്ട്, മലയാളികളിൽ. അവരൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളാം. ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് രാഷ്ട്രീയ പക്ഷപാതങ്ങളുണ്ടാവും, പക്ഷേ അയാളുടെ കോൺട്രിബ്യൂഷൻ, ഈ ലോകത്തിന് അയാൾ നൽകിയ സംഭാവന, ഈ പറഞ്ഞവരെ ഇയാളെ കളിയാക്കുന്നവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ തമാശ പടം കണ്ടാൽ പൊട്ടിച്ചിരിക്കുകയും ദുഃഖകരമായ പടം കണ്ടാൽ കരയുകയും ചെയ്യും. പക്ഷേ അയാളെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇങ്ങനെ തേജോവധം ചെയ്യുന്ന ഒരു വൃത്തികെട്ട മനസ്സുള്ള മലയാളികളെ ഓർത്തിരിക്കുക ലക്ഷ്യമാണ്. സലീം കുമാറിൻ്റെ വേർപാടിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരും.